എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗവൺമെൻറ് ITI അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിരവധി വിദ്യാർത്ഥികൾ നമ്മളോട്, എൻ്റെ സുഹൃത്തുക്കളായാലും കമൻറ്റ് ബോക്സിലൂടെ ആയാലും ഒക്കെ നിരവധി അപ്ഡേറ്റുകൾ വന്നാൽ കൃത്യമായ രീതിയിൽ അപ്ഡേറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗവൺമെൻറ് ITIയുടെ ITI മെട്രിക് ആൻഡ് നോൺ മെട്രിക് റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റ് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നും അഡ്മിഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്നുമാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് സംബന്ധിച്ചുള്ള അറിയിപ്പുകൾക്കും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 വിദ്യാർത്ഥികൾ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വർഷത്തെ ഗവൺമെൻറ് ITI അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള മെട്രിക് ആൻഡ് നോൺ മെട്രിക് റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചു. അതായത് വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് മെട്രിക്കിലേക്ക് ITI മെട്രിക്കിലേക്ക് അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികൾക്കും നോൺ മെട്രിക്കിലേക്ക് അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികൾക്കും ഉള്ള റാങ്ക് ലിസ്റ്റുകൾ ഇപ്പോൾ ITI അഡ്മിഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ, അത് നിങ്ങൾ അപേക്ഷ നൽകിയ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് ലഭ്യമാണ്. അവിടെ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൻ്റെ പുതിയൊരു ഓപ്ഷൻ, ക്ലിക്ക് ഹിയർ ഫോർ റാങ്ക് ലിസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഹൗ ടു ചെക്ക് റാങ്ക് ലിസ്റ്റ് എന്ന് നോക്കാം. അതിൽ ക്ലിക്ക് ഹിയർ ഫോർ റാങ്ക് ലിസ്റ്റ് എന്നൊരു ലിങ്ക് വന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ITIയുടെയും കോളേജസിൻ്റെ ലിസ്റ്റാണ് വരിക. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ ITI കോളേജിലാണോ കൊടുത്തിട്ടുള്ളത് ആ കോളേജിൻ്റെ ഒരു പടം കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമുള്ളത് കോളേജുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ആയിരിക്കും. ശേഷം നിങ്ങൾ സ്ക്രോൾ ചെയ്ത് അടിയിലേക്ക് പോകുമ്പോൾ റാങ്ക് ലിസ്റ്റ് 2024 ITI മെട്രിക്കിൻ്റെ ലിങ്ക് ഒന്ന് കാണും. അതിൻ്റെ അടിയിലായിട്ട് നോൺ മെട്രിക്കിൻ്റെ ലിങ്ക് കാണും. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ PDF രൂപത്തിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതായത് അതിൻ്റെ ഒരു മെട്രിക്കിൻ്റെ രൂപത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു PDF രൂപത്തിലായിരിക്കും നിങ്ങളുടെ ഫോണിലേക്കത് അല്ലെങ്കിൽ സിസ്റ്റത്തിലേക്ക് ഇത് ഡൗൺലോഡായി വരുന്നത്. അപ്പോൾ ആ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേര്, നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുള്ള കോളേജുകളിലെ മെട്രിക്കിൻ്റെയും നോൺ മെട്രിക്കിൻ്റെയും, അത് മെട്രിക്കിന് അപേക്ഷ കൊടുത്തവർ മെട്രിക്കിൻ്റെ റാങ്ക് ലിസ്റ്റും നോൺ മെട്രിക്കിന് കൊടുത്തവർക്ക് നോൺ മെട്രിക്കിൻ്റെ റാങ്ക് ലിസ്റ്റും പരിശോധിക്കാവുന്നതാണ്. നിങ്ങൾ ഏതിനൊക്കെയാണോ കൊടുത്തത് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ റാങ്ക് ലിസ്റ്റ് പരിശോധിക്കുന്നതിലൂടെ മനസ്സിലാവും എൻ്റെ പേര് എത്രാം സ്ഥാനത്താണ്, എനിക്ക് ആ ITI കോളേജിൽ ഞാൻ അപേക്ഷിച്ച ഇന്ന കോഴ്സിന് എനിക്ക് കിട്ടാൻ സാധ്യത ഉണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ ഏകദേശം ആ റാങ്ക് ലിസ്റ്റ് കാണുമ്പോൾ മനസ്സിലാക്കും. ഇനി അഡ്മിഷൻ എങ്ങനെയാണ് നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, കോളേജുകാർ, അതായത് നിങ്ങൾ അപേക്ഷിച്ചിട്ടുള്ള കോളേജുകാർ ആ റാങ്ക് ലിസ്റ്റിന് അനുസൃതമായിട്ട് എന്ത് ചെയ്യും, കോളേജുകാർ സ്വന്തമായിട്ടൊരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. അതായത് ഇപ്പോൾ ഗവൺമെൻറ് പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും, അലോട്ട്മെൻറ്റ് കിട്ടാൻ സാധ്യതയുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടുത്തി, അതായത് ഇപ്പോൾ ഗവൺമെൻറ് പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ അപേക്ഷ കൊടുത്ത മുഴുവൻ വിദ്യാർത്ഥികളുടെയും പേര് കാണും. ഇപ്പം ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു ITI കോളേജിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു 1000 പേർ ഒരു ITI കോളേജിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കോഴ്സിലേക്ക് 1000 പേർ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ റാങ്ക് ലിസ്റ്റിൽ എന്ത് ചെയ്യും, അപേക്ഷിച്ച 1000 പേരുടെ പേരും കാണും. അപ്പോൾ അതിൽ 1ാമത് 2ാമത് 3ാമത് അങ്ങനെയാണ് നിങ്ങളുടെ പേര് വരുന്നത്, അത് കിട്ടാൻ സാധ്യതയുള്ളവർ കൂടി. പക്ഷേ 1000 അപേക്ഷകൾ വന്നു കഴിഞ്ഞാലും 1000 പേർക്ക് ഒരിക്കലും അലോട്ട്മെൻറ്റ് കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കിട്ടാൻ സാധ്യതയുള്ള വിദ്യാർത്ഥികളുടെ മാത്രം പേര് അതിൽ നിന്നും തിരഞ്ഞെടുക്കും. അതിൽ നിന്നും കിട്ടാൻ സാധ്യതയുള്ള വിദ്യാർത്ഥികളുടെ പേര് മാത്രം തിരഞ്ഞെടുത്ത് കോളേജ് ലെവലിൽ, അതായത് കോളേജ് വൈസിൽ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. ശേഷം എന്ത് ചെയ്യും, എന്നിട്ട് വിദ്യാർത്ഥികളെ ഫോണിലൂടെയോ ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ ഫോണിലെ മെസ്സേജ് വഴിയായിരിക്കും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളെ 3 വഴിയായിട്ട് അവർക്ക് കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങൾ അപേക്ഷ നൽകുമ്പോൾ ഒന്ന് നിങ്ങളുടെ Gmail ID നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങളുടെ Gmail IDയിലേക്കായിരിക്കും ഒരു മെയിൽ വരിക. അപ്പോൾ Gmail ID മുഖേന മെയിൽ വരുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ വരി എന്ന് പറയുന്നത് മെസ്സേജാണ്. നിങ്ങൾ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ടാവുമല്ലോ, ആ മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ചില ഘട്ടങ്ങളിൽ ഈ എന്ത് ചെയ്യാൻ സാധിക്കില്ല, മെയിലും വരികയില്ല, എന്ത് ചെയ്യില്ല,
മെസ്സേജും വരില്ല, ഫോൺ കോൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, IT അഡ്മിഷന് കൊടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ മൊബൈൽ എന്ത് ചെയ്യുക, ആക്റ്റീവാക്കി വെക്കുക. അത് സ്വിച്ച് ഓഫ് ഒന്നും ആക്കി വെക്കാതിരിക്കുക. കാരണം എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാൻ സാധിക്കും, കോളൊക്കെ വരാൻ സാധിക്കും. അപ്പം ആ കോള് വരുമ്പോൾ നിങ്ങളെ കോളുമായിട്ട് ബന്ധപ്പെടാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥിയാണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത്, ആ വിദ്യാർത്ഥിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ വേഗം അവരെന്ത് ചെയ്യും, അവർക്ക് സീറ്റ് ഫില്ലാക്കണം. അപ്പോൾ അപ്പോൾ അവർക്ക് സീറ്റ് ഫില്ലാക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ആ മേലുള്ള റാങ്ക് കൂടിയ വിദ്യാർത്ഥിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാം, അവർ റാങ്ക് കുറഞ്ഞ തൊട്ട് താഴെ കിടക്കുന്ന വിദ്യാർത്ഥികളെ വിളിക്കുകയും അവർക്ക് അഡ്മിഷൻ കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൊബൈൽ ആക്റ്റീവാക്കി വെക്കേണ്ടത് നിർബന്ധമാണ്. 3 രീതിയിലായിരിക്കും മെസ്സേജ് വരാൻ സാധിക്കുക. ഒന്ന് കോളായിരിക്കും വരിക, കോള് വരുവാണെങ്കിൽ നിങ്ങൾക്കത് ഉപകാരം. പിന്നെ മെസ്സേജിൻ്റെ ഭാഗത്ത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കുക, മെസ്സേജായിട്ടും വരാൻ സാധ്യതയുണ്ട്. ജിമെയിലായിട്ടും മെയിലായിട്ടും നിങ്ങളുടെ ഫോണിലേക്കോ സിസ്റ്റത്തിലേക്കോ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ മറ്റേ ITയിൽ കൊടുത്ത ജിമെയിൽ ID എപ്പോഴും ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആ ജിമെയിൽ ID പുതുതായിട്ട് എന്തെങ്കിലും മെസ്സേജുകൾ വരുന്നുണ്ടോ, അതായത് നിങ്ങൾ ITയിൽ കൊടുത്തൊരു ജിമെയിൽ ID പുതുതായിട്ട് എന്തെങ്കിലും മെസ്സേജ് വരുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെയും അവർ നിങ്ങളെ ബന്ധപ്പെടാനൊക്കെ നോക്കും. അപ്പോൾ ഇങ്ങനെയാണ് അഡ്മിഷൻ നടക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഈസ് കറി, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർട്ട്, ദ കരിയർ ഗൈഡൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.